Just let me be. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു അടിപൊളിയായിട്ടുള്ള ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ട്രാൻസിഷൻ തന്നെയാണ്. നമ്മുടെ ഫോട്ടോയൊക്കെ വെച്ച് വീഡിയോ ചെയ്യുന്നവർക്കായാലും പിന്നെ ക്ലിപ്പ് ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്നവർക്കായാലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ തന്നെയാണിത്. അപ്പം നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ 2 ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 അല്ല 4 ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഇവിടെ ഈ ഒരു ഇമേജും ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തൊരു ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ വേറൊരു ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തൊരു ഇമേജ്, റിമൂവ് ചെയ്യാത്ത ഒരു ഇമേജ്. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾ 4 ഇമേജ് ആഡ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. അതായത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. ശേഷം നമ്മൾ ഈ ഒരു മൂവ് ടൂളിൻ്റെ ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നമ്മളതിൻ്റെ സെൻറ്റർ വന്ന് നമ്മൾ ഈ താഴേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു സെൻറ്റർ ഇപ്പം ഞാൻ ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്യുക. അതുപോലെ എല്ലാ പിക്കിൻ്റെയും ചെയ്യുക. ഈ 4 ഫോട്ടോത്തിൻ്റെയും നമ്മൾ അതുപോലെ ചെയ്യുന്നുണ്ട്. 4 ഫോട്ടോത്തിൻ്റെയും അതുപോലെ ചെയ്യുക. ഓക്കെ, 4 ഫോട്ടോത്തിൻ്റെയും നമ്മിപ്പം സെൻറ്ററിലുള്ള ആ ഒരു ഡോട്ട് നമ്മളിപ്പോൾ താഴേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ആ ഒരു ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, റൊട്ടേറ്റ് പോയിട്ട് ഫസ്റ്റ് ഞാൻ കുറച്ച് മാർക്ക് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വന്നാൽ മാർക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശേഷം ഞാനിവിടെ റൊട്ടേറ്റ് ടൂളിൽ പോയിട്ട് ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഞാൻ ഒരു 100ലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, +100 ആണ്. ഓക്കെ, ശേഷം കീ ഫ്രെയിം എൻഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഞാൻ ഈ ഒരു കർവ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കർവ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു കർവ് വന്ന് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ശേഷം ബാക്ക് വരാം. ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മിറർ വന്ന് എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് ഈ എഫക്റ്റ് കോപ്പി ചെയ്യുക. ശേഷം ഈ ഒരു ക്ലിപ്പിൽ വന്ന് നമ്മളൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിപ്പം നമ്മൾ ടൈൽസ് ആഡ് ചെയ്തത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാത്ത ഇമേജിലാണ്. ശേഷം നമ്മൾ വീണ്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പിക്ക് സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവുക, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം റൊട്ടേറ്റ് പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഈ ഒരു ഭാഗത്തായി ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കീ ഫ്രെയിം, ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ -100ലേക്ക് സെറ്റ് ചെയ്യുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയതാ ഓക്കെ, ഇപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അതേ ആനിമേഷൻ നമ്മൾ ഈ ഒരു ഇമേജിലും കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൊട്ടേറ്റിൽ വരാം. ശേഷം ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇവിടെ സെക്കൻഡുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ -100ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി വെച്ച് ഗ്രാഫ് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയതാ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിക്കും. അതുപോലെ നമ്മൾ അടുത്ത് ഈ ഒരു ലെയറിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. സ്കെയിൽ ടൂളാണ് ചെയ്യേണ്ടത്. റൊട്ടേറ്റ് ടൂളാണ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ 100 സെറ്റ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ. ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഗ്രാഫ് പേസ്റ്റ് ചെയ്യുക, ശേഷം റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയതാ ഇതുപോലെ ആയിരിക്കും നമുക്കിപ്പോൾ ലഭിക്കുക. കണ്ടില്ലേ, ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പം പകുതി വർക്ക് നമ്മളിവിടെ കഴിഞ്ഞു. അതായത് നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു റൊട്ടേറ്റ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ശേഷം ഇനി ആ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് കൊണ്ടുവരണം. അതായത് കുറച്ച് കളറിങ് ഒക്കെ വരുന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗി കൂട്ടുന്നത് ആ ഒരു എഫക്റ്റാണ്. അപ്പം അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് സൂം ചെയ്യുന്നുണ്ട്. ഇതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം അതിൽ എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് സോൾഡ് കളർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം കളർ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ല കളർ സെറ്റ് ചെയ്യുക. ഞാനിവിടെ ഓറഞ്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ശേഷം വീണ്ടും വന്ന് നമ്മൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിൻ്റെ കളർ വന്ന് നമ്മൾ ഒരു യെല്ലോ കൊടുക്കുക. ശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിൻ്റെ കളർ വന്ന് നമ്മളൊരു ഗ്രീൻ കൊടുക്കുക. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിൻ്റെ കളർ വന്ന് നമ്മളൊരു ബ്ലൂ കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം 4 ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ഫോട്ടോ കൂടാതെ 4 ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതായത് 4 കളറും നമ്മൾ കൊടുത്തിട്ടുണ്ട് സോൾഡ് കളർ ഉപയോഗിച്ചിട്ട്. ഓക്കെ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതുപോലെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മളിവിടെ എൻഡിലേക്ക് വന്നാൽ എൻഡിലേക്ക് ഇവിടെ കുറേ ഭാഗം പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ഭാഗമൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ആ ഒരു ഭാഗമെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ലെയറും സെലക്ട് ചെയ്യുക. ശേഷം നമ്മളിതാ ഈ ഒരു ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഒരിക്കലും ഈ ഒരു ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷൻ ഒരിക്കലും കൊടുക്കരുത്. നമ്മളിതാ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ല, ആ ഒരു കളറിങ്ങും കൂടി വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയിൽ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടി നല്ല അട്രാക്റ്റീവായിട്ട് നല്ല ഒരു ഭംഗിയിൽ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. കണ്ടില്ലേ. ഇനി അതുപോലെ നമ്മൾ ഈ ഒരു ലെയറിലും ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, സോൾഡ് കളർ എടുക്കുക. സോൾഡ് കളറിൽ ഒന്നാമത്തെ കളർ വന്ന് നമ്മൾ ഓറഞ്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിൻ്റെ കളർ വന്ന് നമ്മൾ യെല്ലോ സെറ്റ് ചെയ്യുക. ഈ കളറൊക്കെ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. പിന്നെ അടുത്ത ഡ്യൂപ്ലിക്കേറ്റിൽ നമ്മൾ വന്ന് ഒരു ഗ്രീനൊക്കെ കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുത്തിട്ട് അതിൻ്റെ കളർ ഒരു ബ്ലൂ. ഓക്കെ, ശേഷം നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്തപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എല്ലാ ലെയറും. ഓക്കെ, ശേഷം ഇവിടെ എൻഡിൽ വന്നിട്ട് കട്ട് ചെയ്തെടുക്കുക എല്ലാ ലെയറും. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എല്ലാ ലെയറും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഇവിടത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയതാ കണ്ടില്ലേ, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ട്രാൻസിഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ഇത് ഓപ്ഷണലായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ശേഷം ബ്ലർ പോയിട്ട് മോഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു മോഷൻ ബ്ലർ കോപ്പി ആയിട്ട് എല്ലാത്തിലും വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമില്ല. നിങ്ങൾക്ക് ആ ഒരു ബ്ലർ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, ബ്ലർ വേണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട. ഓക്കെ, എല്ലാത്തിനും പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നിനും വിട്ടുവിടാം. മോഷൻ ബ്ലർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ലെയറിനെയും നമ്മൾ ആഡ് ചെയ്യണം.
അപ്പോൾ ഇതാണിപ്പോൾ നമുക്ക് ഫൈനലി നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ ഒരു മോഷൻ ബ്ലറും കൂടി വരുമ്പോൾ കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ട്രാൻസിഷനാണ്. അപ്പം ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ചാനലൊന്ന് വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് അത്ര സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്താലും മനസ്സിലാവും വീഡിയോക്കൊന്നും വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതായത് നിങ്ങളുടെ എഡിറ്റിംഗ് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ പറയും. ഓക്കെ, അവർക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ അവർ ലൈക്ക് അടിച്ചാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏത് വീഡിയോ ഏത് ട്രാൻസിഷൻ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ലൈവ് വരാറുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ ആ സമയത്ത് പിന്നീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ്.